രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് അധികമായി എത്തിയത് 12.48 ലക്ഷം കോടിയുടെ പുതിയ നിക്ഷേപം. നരേന്ദ്രമോദി വീണ്ടും തുടരുമെന്നും പ്രതിപക്ഷത്തിന്റെ സാമ്പാർ മുന്നണി അധികാരത്തിൽ വരില്ലെന്നുമുള്ള എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടെയാണ് നിക്ഷേപകർ മടിക്കുത്തുകൾ അഴിച്ച് വിപണിയിലേക്ക് പണം ഒഴുക്കിയത്. നിക്ഷേപകർ ഏറെ ദിവസങ്ങളായി ഒരു അങ്കലാപ്പിലൊക്കെ ആയിരുന്നു. പ്രതിപക്ഷ മുന്നണി വന്നാൽ ആര് പ്രധാനമന്ത്രി, ആര് ഭരിക്കും ഇന്ത്യ, പാകിസ്ഥാനും ചൈനയും അടക്കം എന്ത് നിലപാടെടുക്കും, രാജ്യത്തെ മോദിയുടെ കാലത്ത് വളർന്നു വന്ന വ്യാവസായികളെയും ഒക്കെ ഇല്ലാതാക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഇല്ലാതാക്കുകയായിരുന്നു എക്സിറ്റ് പോൾ ഫലം തന്നെ എന്ന് പറയാം. 4 വർഷത്തിനിടെ ഇത്ര അധികം ഉയരത്തിൽ ഇന്ത്യ ഓഹരി വിപണി എത്തിയത് ആദ്യമായിട്ടാണ്. 12.48 ലക്ഷം കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് ഓഹരി മാർക്കറ്റിൽ വന്നതും രാജ്യ ചരിത്രത്തിൽ ഇതാദ്യമായി തന്നെയാണ്. തുടർച്ചയായതും രാഷ്ട്രീയ സ്ഥിരതയോടെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ഓഹരി വിപണികൾ ഇന്നത്തെ തുടക്ക വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടം തന്നെ രേഖപ്പെടുത്തുകയാണ്. രാവിലെ തന്നെ ഷെയർ സെൻസസ് 2000 പോയിന്റിൽ അധികം ഉയർന്നു. അതേസമയം 50 സ്റ്റോക്ക് നിഫ്റ്റി 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് മാർക്കറ്റ് ഓപ്പണിംഗിൽ രേഖപ്പെടുത്തി. BSE ഓഹരികളുടെ വിപണി മൂലധനത്തിലേക്ക് 12.48 ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് കൂട്ടിച്ചേർത്തു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ്. സെൻസസ് നിഫ്റ്റി ഓഹരികളെല്ലാം ഇപ്പോൾ മുന്നേറിയിരിക്കുന്നു. പ്രീ ഓപ്പണിൽ നിഫ്റ്റി 800 പോയിന്റ് അഥവാ 3.58% ഉയർന്ന് 23,427.90 സെൻസസ് 2621.98 പോയിന്റ് അല്ലെങ്കിൽ 3.55% ഉയർന്ന് 76,583.29 എത്തിയിരിക്കുന്നു. നോക്കുക, ഇത്തരത്തിലൊരു ഓഹരി വിപണിയിൽ 10,000 ലക്ഷം കോടികൾ എത്തിയത് BJPയുടെ രാഷ്ട്രീയ നീക്കമല്ല, തിരിമറിയല്ല, മോദിയുടെ കള്ളക്കളിയുമല്ല, എല്ലാം ഒറിജിനൽ യഥാർത്ഥ കാര്യങ്ങൾ. മോദിയെ നിക്ഷേപകർക്കും രാജ്യത്തെ ജനങ്ങൾക്കും അത്ര വിശ്വാസമാണ്. തലൈവർ ഒന്നും നശിപ്പിക്കില്ല, രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യില്ല, തിന്മയോടും അഴിമതിയോടും തെറ്റായ കാര്യങ്ങളോടും നരേന്ദ്രമോദി കോംപ്രമൈസ് ചെയ്യില്ല. ഇതൊക്കെ ജനങ്ങളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ പ്രധാനമന്ത്രിയാകില്ല എന്ന വാർത്തയും സാമ്പാർ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന വാർത്തയും ഇന്ത്യൻ മാർക്കറ്റ് കുതിക്കാൻ കാരണമായിരിക്കുന്നു. അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ്, സെൻസസിൽ പവർ ഗ്രിഡ്, L&T, NTPC, SBI, ആക്സിസ് ബാങ്ക്, M&M, ICICI ബാങ്ക്, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ കുതിപ്പ് രേഖപ്പെടുത്തുകയാണ്. മികച്ച പ്രകടനക്കാരിൽ ഉൾപ്പെടുകയാണ്. ശക്തമായി 8.2% സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ GDP ഡാറ്റയും വിപണിയുടെ വികാരത്തെയും ശക്തിപ്പെടുത്തുന്നു. അദാനി പോർട്ട് ഓഹരികൾ ഉയർന്നപ്പോൾ അതിന്റെ നേട്ടം കേരളത്തിലും ഉറപ്പാണ്. സാമ്പത്തിക വർഷത്തിലെ വളർച്ച 8.2% നിൽക്കുമ്പോൾ പ്രതീക്ഷകളെ മറികടന്ന് 7.8% എന്ന ഇന്ത്യയുടെ ശ്രദ്ധേയമായ GDP വളർച്ചയും ഇന്നത്തെ മികച്ച പ്രകടനത്തിന് പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം വിപണിയുടെ ശ്രദ്ധ പുതുതായി രൂപീകരിക്കുന്ന സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളിലേക്കും കേന്ദ്ര ബഡ്ജറ്റിലേക്ക് മാറുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, SBI, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ 3.50% ഉയരത്തിലാണ്. 12 എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് 365 സീറ്റുകളുമായി ഭരണകക്ഷിയായ NDA സഖ്യത്തോടെ BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ്. രാജ്യത്തെ സർക്കാർ രൂപീകരിക്കാൻ ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ കുറഞ്ഞത് 272 സീറ്റുകളെങ്കിലും വേണം. വിപണിയിലെ വൻ മുന്നേറ്റത്തിന് കാരണം ഇതുതന്നെയാണ്. ഇത് മാർക്കറ്റിലെ ചാഞ്ചാട്ടത്തിന് കാരണമാകുമെന്നാണ് വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.